സൂഫി സംഗീത വഴിയിൽ ഏറെ ശ്രദ്ധേയനായ കെ എച്ച് എന്ന രണ്ട് വാക്കിൽ അറിയപ്പെടുന്ന കെ എച്ച് താനൂരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സംഗീത വഴിയിലെ അനുഭവങ്ങളും ഗാനരചനയും സംഗീതം നൽകിയതിൻ്റെ അനുഭവ സമ്പത്തുകളെല്ലാം അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട കെ എച്ചിന് സ്വാഗതം. കെ എച്ച് എന്ന രണ്ട് വാക്കിലാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് ആ കെ എച്ച് മാത്രമായി മാറിയത്? കെ എച്ച് എന്ന് പറഞ്ഞാൽ അത് കെ എച്ച് താനൂർ കുഞ്ഞാലകത്ത് ഹനീഫ എന്നാണ്. കുഞ്ഞാലകത്ത് ഹനീഫ എന്നുള്ള ഷോർട്ട് ഫോമാണ് കെ എച്ച് താനൂർ. അങ്ങനെയാണ്. ഉസ്താദ്, എങ്ങനെയാണ് ഈ സൂഫി സംഗീതത്തിലേക്ക് പെട്ടെന്ന് വന്നതാണോ അതോ നേരത്തെ ചെറുപ്പകാലം തൊട്ട് ഇതിനോട് താല്പര്യപ്പെട്ട് അങ്ങനെ വന്നു പോയതാണോ? സംഗീത വഴിയിൽ എങ്ങനെയായിരുന്നു? ചെറുപ്പകാലം മുതലേ ഞാനിതിൻ്റെ ഒരു ഭ്രാന്താണ്. സംഗീതത്തിൻ്റെ എല്ലാവർക്കും ഓരോരു മസ്ത് ഉണ്ടാവുമല്ലോ. ഒരു 10ാമത്തെ വയസ്സ് മുതലേ ഞാനിതിൻ്റെ എഡ്യൂക്കേഷനൊന്നും ശ്രദ്ധിക്കാതെ എന്നിട്ട് ഒരു പോക്കാണ്. പാട്ടിൽ മാത്രമേ ബാക്കിയുള്ള എഡ്യൂക്കേഷനൊക്കെ ഞാൻ ചെയ്തത് ഡിസ്റ്റൻസ് എക്സാം എഴുതിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂഡാണ്. സംഗീതത്തിൻ്റെ 10ാമത്തെ വയസ്സ് മുതലേ ഇതിൻ്റെ ഒരു പെട്ടിയൊക്കെ വായിക്കും. ഒരു 12-10 വയസ്സ് മുതലേ ഹാർമോണിയം ശരിക്കും വായിക്കും. അതിൻ്റെ നമ്മുടെ ഗുരുവര്യൻ ആലപ്പി ഷരീഫ്, അതേപോലെ അന്നൊക്കെ അവിടെ ചാവക്കാട് റഹ്മാൻ, ആലപ്പി ഷരീഫ്, ടി.പി. ആലിക്കുട്ടി ഗുരുക്കൾ, ഇവരൊക്കെ ശിക്ഷണത്തിൽ എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് പലവരുടെ ടേസ്റ്റും നമുക്കറിയാം. അനുഭവസിദ്ധി ചെറുപ്പം മുതലേ. അങ്ങനെയാണ് ഇതിൻ്റെ മേഖലയിൽ ഞാൻ എത്തിപ്പെട്ടത്. ഈ സൂഫി സംഗീതത്തിലേക്ക്, ഈ ഗാനരചനയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? സൂഫി ഗാനങ്ങളിലേക്ക് എത്തിപ്പെട്ടത് അത് സൂഫികളുമായിട്ട് ബന്ധം സ്ഥാപിച്ചതിന് ശേഷമാണ്. നേരത്തെ എഴുതിയിരുന്നത് ഇങ്ങനത്തെ ഗാനമല്ല, പ്രണയത്തിൻ്റെയും. എങ്കിലും അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മൈലാഞ്ചി പാട്ട് പോലത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ പിന്നീടാണ് നമ്മുടെ കോഴിക്കോട് പെരുവയിലുള്ള നമ്മുടെ ഉസ്താദ് സൂഫി വര്യനാണ്, മഹാനാണ്. ഞാൻ പലരുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ എഫക്റ്റ് മാനസികമായിട്ട് തന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധം സ്ഥാപിച്ചത് കോഴിക്കോട് പെരുവയിലുള്ള ഹബീബി ഷാ മഹാനവറുകളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചതിന് ശേഷമാണ് സൂഫി വിജ്ഞാനങ്ങളും ആ ഉഷസ്സിലേക്ക് ഒരു വിദ്യാർത്ഥിയായിട്ട് യാത്ര ചെയ്യാനും എഴുതാനൊക്കെ കഴിഞ്ഞത്. അങ്ങനെയാണ് സൂഫി സംഗീതത്തിലേക്ക് വരുന്നത്. ഒട്ടേറെ പാട്ടുകൾ കെ എച്ചിൻ്റെത് പ്രശസ്തമായ പാട്ടുകൾ ഒരുപാടുണ്ട്. ഏതായാലും നമ്മളെ ഈ ഒരു സംസാരം, നമ്മളൊരു സൗഹൃദ സംഭാഷണം ഇങ്ങനെ തുടങ്ങിയ സ്ഥിതിക്ക് പ്രേക്ഷകരൊക്കെ എപ്പോഴും ആഗ്രഹിക്കും ഉസ്താദിൻ്റെ ഒരു 4 വരി. ഉസ്താദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് പാടി തുടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെയില്ല, പാട്ട് ഇഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ എല്ലാ പാട്ടും ഇഷ്ടമാണ്. പക്ഷേ പല പാട്ടുകൾക്കും പല ടേസ്റ്റാണ്. പല ട്യൂണും പല ടേസ്റ്റും പല സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് പാട്ടിനെ നമുക്ക് ഇഷ്ടപ്പെടാം. ചില സമയങ്ങളിൽ നമ്മൾ വേദിയിൽ പാടുമ്പോൾ കഴിഞ്ഞു പോയ ആ സിറ്റുവേഷൻ എങ്ങനെയുണ്ടോ അതിനെയാണ് വരാൻ പോകുന്ന പാട്ട് സ്വാധീനിക്കുക. എന്നാലും കുറച്ചൊക്കെ എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ് ആവതുണ്ടാവും കാലം. അതേപോലെ നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല, ഇതൊക്കെ നല്ല പാട്ടുകളാണ്. നിന്നെ കാണാത്ത കണ്ണ് 2 വരി പാടിത്തരാം. നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല, നിന്നെ കേൾക്കാത്ത കാത് കാതല്ല, നിന്നെ ചൊല്ലാത്ത ചൊല്ല് ചൊല്ലല്ല, നീല്ലാത്ത നെഞ്ച് നെഞ്ചല്ല, നീല്ലാതെ ജീവിതം ഇല്ല.
നീയില്ലാതെ ജീവിതം ഇല്ല, നീയില്ലാതെ ഞാനോ ഞാനില്ല. നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല, നിന്നെ കേൾക്കാത്ത കാത് കാതല്ല. വളരെ മനോഹരമായൊരു പാട്ടാണ്. പ്രത്യേകിച്ച് ഈ പാട്ടുകളൊക്കെ എന്താ പറയുക, ഒരു വിശ്വാസത്തിൻ്റെ അങ്ങേ തലക്കിലേക്ക് എത്തിക്കുന്ന ഒരു വരികളാണല്ലോ. സത്യത്തിൽ ഇതിൻ്റെ ഒരു ഒന്ന് വിവരിച്ചാൽ, സാധാരണ സൂഫി സംഗീതത്തിൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പലപ്പോഴും പല രീതിയിലും ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. എങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഉസ്താദ് ശരിക്കും ഈ പാട്ടിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വിശ്വാസി അല്ലാത്ത ഒരാളെ കുറിച്ചിട്ടാണോ, അതോ ഉള്ള വിശ്വാസം പോരാ, ഇത്ര പോരാ എന്നുള്ളത് അങ്ങനത്തെ ഒരു അതെങ്ങനെയാണോ? അത് നല്ല ചോദ്യമാണ്. പലപ്പോഴും തസവുഫിൻ്റെ അറിവുകൾ, സുഫിയാന കലാം, അത് പബ്ലിക്കായിട്ട് പരിമിതമാണ്. പൊതുവേദിയിൽ അതിനെ നമ്മൾ പ്രകടിപ്പിക്കുന്നതും അതിനെ പറയുന്നതും അതിനൊരു ലിമിറ്റ് വെച്ചേ പറയുള്ളൂ. അതിനേക്കാൾ എത്രയോ ഉയർന്ന നോളജുകൾ കിടക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ പൊതുവേദിയിലാണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ പല ഫന്നിലും പല സ്റ്റേജിലുമുള്ള ജനങ്ങളുണ്ടാകും. അപ്പം അങ്ങനെ അതിനനുസരിച്ചിട്ടാണ് ഇത് സംസാരിക്കുക. എങ്കിലും ചോദിച്ച സ്ഥിതിക്ക് ചെറിയൊരു വിശകലനം തരാവുന്നുള്ളൂ. എങ്കിലും അത് അവിടെയല്ല അതിൻ്റെ സ്ഥായി, അതിനപ്പുറത്താണ്. ഈ നിന്നെ കാണാത്ത കണ്ണല്ല എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ ചോദിച്ച പോലെ, ഇപ്പോൾ ഒരാൾ അള്ളാഹുവിനെ ദർശിക്കാത്തവൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവനൊരിക്കലും അവിശ്വാസിയല്ല. പക്ഷെ എന്താണ്, അവൻ ഒരു മനുഷ്യനായി ജനിച്ചതിൻ്റെയും മനുഷ്യനെ കൊണ്ട് അള്ളാഹുവിന് സൃഷ്ടാവിന് ഒരു ഉദ്ദേശമുണ്ട്. കാരണം മലക്കിൽ നിന്നും കിട്ടാത്തതാണ് ആരിൽ നിന്ന് കിട്ടുന്നത്? മനുഷ്യനിൽ നിന്ന് കിട്ടേണ്ടത്. കാരണം മലക്കിനെ സൃഷ്ടിച്ചിട്ടും പിന്നെ വീണ്ടും മനുഷ്യരെ സൃഷ്ടിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞ് മലക്കളോട്, ഖുർആനായത്താണ്. അപ്പോൾ ചോദിച്ചു, നിനക്ക് സുജൂദിനും തസ്ബീഹിനും എല്ലാത്തിനും ഞങ്ങളില്ലേ എന്ന് ചോദിച്ചു, നിന്നെ ആരാധിക്കുവാൻ. അപ്പോൾ പറഞ്ഞു, ഇന്നി അകലമു മാലാത്ത അകലമു, നിങ്ങൾ അറിയാത്തതിനെ ഞാൻ അറിയുന്നുണ്ട്, വേറൊന്നിനെ. അതിലേക്ക് എത്തിപ്പെടലാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. ഈ നോർമൽ പ്രവർത്തനത്തിന് മലക്കുകളും ഉണ്ടെന്നാണ് മലക്കുകളും മറുപടി പറഞ്ഞത്. പക്ഷെ മറുപടി കൊടുത്തത് അള്ളാഹു, നീ ഞങ്ങളറിയാത്തതിനെ ഞാൻ അറിയുന്നുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. എങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിലും പല ഫന്നുകളുണ്ട്. അപ്പം ഒരു മനുഷ്യന് ആ ദർശനത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അവൻ അവിശ്വാസിയാകില്ല. പക്ഷേ അവൻ അള്ളാഹുവിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന് മാത്രം. അവൻ വിശ്വാസിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച എല്ലാവരും വിശ്വാസികളാണ്. പക്ഷേ അതിൽ പല ഫന്നുകളുണ്ട്. മുഅ്മിനുണ്ട്, മുഹ്സിനുണ്ട്, സിദ്ദീഖുണ്ട്, ശുഹദാഉണ്ട്, സ്വാലിഹുണ്ട്, പല ഫന്നുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിലേക്ക് എത്തിപ്പെടണം എന്നാണ് പാട്ടുകൊണ്ട്. തീർച്ചയായിട്ടും. പിന്നെ പ്രധാന കാര്യം വെച്ചാൽ ഞങ്ങൾ പലപ്പോഴും ഈ സമീർ ബിൻസിയുടെ ഒക്കെ സൂഫി സംഗീതത്തിലാണ് ഈ കേച്ച് താന്നൂർ എപ്പോഴും ഇങ്ങനെ സൂഫി സുൽത്താൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നത് ഞങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഈ ആരാണ് കേച്ച് താനൂരിനെ സംബന്ധിച്ചിടത്തോളം കേച്ചിനാരും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഇങ്ങനെ ഇവർ പറയുമ്പോഴാണ് ഈ പാട്ടിലൊക്കെ ഇങ്ങനെ അറിയണത്. ഇങ്ങനെ അവരൊക്കെ നേരത്തെ ഈ പാട്ടുകൾ ഉസ്താദ് അവർക്ക് നൽകിയിരുന്നോ അങ്ങനെ പാടാനായിട്ട്? എങ്ങനെയാണോ അവരുമായിട്ട് എങ്ങനെ ബന്ധം, ഈ സമീർ ബിൻസിയും ഇവരൊക്കെ ആയിട്ട്? ബിൻസിജിയുമായിട്ട് ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 15 വർഷത്തിന് മുമ്പ് നിൽക്കെ ബന്ധമുണ്ട്. പൂർണ്ണമായിട്ട് ബന്ധമില്ലെങ്കിൽ ശരിക്കും അവർ പാടിയിട്ടാണ് നമ്മൾ ഈ പാട്ടുകളൊക്കെ പല പാട്ടുകളൊക്കെ നമ്മൾ അറിയണത് അവർ പാടിയിട്ടാണ്. തീർച്ചയായിട്ടും. കാരണം ബിൻസിജി അത് കേരളത്തിലേക്ക് പോപ്പുലറാക്കിയത് ആവതുണ്ടാവും കാലം പാട്ടുകളൊക്കെ അതിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പാടാൻ കഴിവുള്ള ആളുകളാണ് ബിൻസിജി, അതേപോലെ മജ്ബൂർജി, അവരൊക്കെ കലാകാരന്മാരാണ്. അപ്പം അവരെപ്പോഴും നമ്മളുമായിട്ട് കാണലുണ്ട്, സംസാരിക്കലുണ്ട്, എപ്പോഴും കൂടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതിൻ്റെ ടേസ്റ്റുള്ളവരാണ്, വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പരസ്പരം രാഗങ്ങളെക്കുറിച്ചും പാട്ടുകളെക്കുറിച്ചും വിജ്ഞാനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാം. അത് പറയുമ്പോഴാണ് ശരിക്കും ഈ ഗാനരചന മാത്രമല്ല, ആ പാട്ടുകൾക്കൊക്കെ സംഗീതം കൊടുത്തതും കേച്ച് തന്നെയാണ്. തീർച്ചയായിട്ടും. പക്ഷെ എങ്ങനെയാണ് അതിനുള്ള സംഗീതം നേരത്തെ പഠിച്ചിരുന്നത്? എങ്ങനെയാണ് ഈ വഴിയിൽ ഗാനരചന അല്ലാത്ത സംഗീതം ബേസിക്കായിട്ട്?
അതെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ അലഫി ഷരീഫ് അവരിൽ നിന്നൊക്കെ രാഗങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. പെട്ടി വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്വരങ്ങളും കാര്യങ്ങളും രാഗം എല്ലാം താളങ്ങളൊക്കെ പഠിച്ചിരുന്നു. അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ DP ആലക്കോട്ട് ഒരിക്കൽ ഇങ്ങനെ മറ്റേ ചാക്കർ റഹ്മാൻ, മറ്റേ അലഫി ഷരീഫ്, ഇതുമായി കൂടെ ഇതിനപ്പുറത്ത് പല ജനങ്ങളുമായിട്ട് വിദേശത്ത് പോയിട്ടും അവിടെ താരിഖ് ഖാൻ, അൻവർ ഖാൻ, ഇങ്ങനെ ഒരുപാട് സംഗീതത്തിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവരുമായിട്ട് ഒരു കലർന്നുകൊണ്ടുള്ള പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഉസ്താദിൻ്റെ ആവതുണ്ടാകും കാലം ഒരു 4 വരി നമുക്ക് കേട്ടിട്ട് പക്ഷേ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അല്ലാനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്റെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി. ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി. അല്ലാനെ ഓർക്കുവാനായി ധരിക്കല്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ. ഈ പാട്ടിലും അത്തരത്തിലുള്ള സന്ദേശം തന്നെയാണ് അല്ലേ? എല്ലാ കഴിവുകളുണ്ടായിട്ടും കാണാത്ത എല്ലാം കഴിഞ്ഞതിന് ശേഷം കാണാ എന്ന് കരുതണ്ട എന്നുള്ളൊരു ഇതല്ലേ ഉസ്താദ്. പിന്നെ താനൂരിൽ വന്ന് സജീവമായതിനു ശേഷമാണ് പിന്നെ ഒരു സംഗീത പരിപാടി അവതരിപ്പിച്ചത്. അത് തണൽത്തീരം അങ്ങനത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തന സംഘടനയാണ് അത് നടത്തിയത്. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടതിൻ്റെ ഒരു പ്രധാന കാരണം എന്തായിരുന്നു? തണൽത്തീരത്തിൻ്റെ ആളുകൾ നമ്മുടെ അബ്ദുള്ള കുട്ടിയാക്ക അമ്മേൻ്റെ മോനാണ്, പെങ്ങളെ ഭർത്താവുമാണ്, അളിയനും കൂടിയാണ്. അപ്പോൾ കാക്ക വന്ന് അതേപോലെ നമ്മൾ ലത്തീഫ് സാഹിബ്, അതേപോലെ ഷറഫ് സാഹിബ്, പലവരും നമ്മളെ കുട്ടികളെല്ലാവരും ഓരോരുത്തരുടെ പേര് പറയാൻ ഒരുപാടുണ്ടല്ലോ, കുട്ടി എല്ലാവരും ഇഷ്ടമാണ്. അവർ വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണം, KHൻ്റെ ഇതിങ്ങനെ മറിഞ്ഞു നിന്നാൽ പോരാ, ജനങ്ങളൊന്നും അറിയണമല്ലോ, ഇത് പരസ്യമാണ്, നിങ്ങളെ പേര് കേട്ടിട്ടുണ്ട് പക്ഷേ ആരും അറിയില്ലല്ലോ, കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ അവർ വന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഇൻഷാ അല്ലാഹ് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാമിൽ എല്ലാവരും ഒരുവിധം ജനങ്ങളൊക്കെ എന്നെ കാണാൻ വന്നവരും ഒന്ന് കേൾക്കാൻ വന്നവരാണ് എല്ലാവരും വന്നത്. ബിൻസിജി വന്നു, അതേപോലെ നമ്മളെ ബാപ്പുക്ക കണ്ടിരുന്നു, ഞങ്ങൾ വന്നിരുന്നു എല്ലാവരും. ഉസ്താദിൻ്റെ പാട്ട് കേൾക്കാൻ തന്നെ വന്നത് സൂഫി ഗാനം ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പ്രഗത്ഭരായ ഗായകരാണ് ഞങ്ങൾ കണ്ടത്. സമീർ ബെൻസിൻ്റെ ഇരുന്ന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഞങ്ങളന്ന് കണ്ടിരുന്നു. ഗുഡ്. കാരണം അതൊരു മനസ്സാണത്, അവിടെ മാനസിക വിശാലതയാണ് അതിനെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വന്നിരുന്നു. അപ്പം അതിലെല്ലാം പോപ്പുലറായി, അതുകൊണ്ട് എല്ലാവർക്കും അറിയപ്പെട്ടു. നമ്മളത് ആ തണൽത്തീരത്തിൻ്റെ പ്രോഗ്രാം കൊണ്ട് അറിയപ്പെട്ടു. അതെ, തണൽത്തീരവും അതോട് കൂടിയിട്ട് ഒന്ന് അറിയപ്പെട്ടു. ജീവകാരുണ്യ പ്രവർത്തനം അല്ലേ രംഗത്തില്ല അല്ലേ, രണ്ടും കൂട്ടും അറിയപ്പെട്ടില്ലേ. ഉസ്താദിൻ്റെ അടുത്തൊരു പാട്ടിൻ്റെ 4 വരി പാടിയിട്ട് നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വരാം. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ഫർദവൻ അരുൾ ചെയ്തെന്നറിവുള്ള. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ഫർദവൻ അരുൾ ചെയ്തെന്നറിവുള്ള. ഫഹ്മറിന്തും നടന്തോർകളിൽ നല്ല, ഫഹ്മറിന്തും നടന്തോർകളിൽ നല്ല ഫലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫലം, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഉസ്താദ് ഗാനരചനയും സംഗീതം കൊടുത്ത പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാടിയിരുന്ന പാട്ട് ഏതാണെന്നറിയോ? പലപ്പോഴും ആളുകൾ ഇപ്പോൾ ബിൻസി മാത്രമല്ല ഒരുപാട് ആളുകൾ എപ്പോഴും വേദിയിൽ പാടുന്ന പാട്ടുകൾ ഏതാണ്? കൂടുതലും ആവുന്നുണ്ടാവും ആ പാട്ട് എല്ലാ തലത്തിലും. കാരണം അതിൻ്റെ വേർഡ്സുകൾ, അതിൻ്റെ ലിറിക്സ് എഴുതിയത് ഒരു ബാലൻസ് വെച്ചാണ്. പൂർണ്ണമായിട്ടും ഡീപ്പല്ല എങ്കിലും പൂർണ്ണമായിട്ടും പുറവുമല്ല. കുറച്ച് പ്രയാസപ്പെടും അങ്ങനത്തെ വരികളെ. കാരണം എല്ലാവരെയും ഇഷ്ടപ്പെടുത്തണം, എല്ലാവർക്കും അതിനെ ആസ്വദിക്കാൻ പറ്റണം. എവിടെയൊക്കെ ഏതെല്ലാം മേഖലയിൽ സഞ്ചരിക്കുന്നവരുണ്ടോ അവർക്ക് അനുയോജ്യമായിട്ട് അതിനെ ആസ്വദിച്ചുകൊണ്ട് സഞ്ചരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ലക്ഷം പ്രയാസം ഉണ്ടാവും. ഒരു പുറം മാത്രം നോക്കിയെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് നോക്കിയാൽ മതി, പക്ഷെ ഉള്ളാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. പക്ഷെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തണമെന്നുള്ള ഒരു ധാരണയിൽ എഴുതുന്ന വരികൾ കുറച്ചും കൂടെ നമ്മൾ പ്രയാസം ഉണ്ടാകും. ആ ഒരു മിഡിൽ ലെവലിൽ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അതിൽ. പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏത് കോഴ്സ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണോ? എന്നാൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതകളോടുകൂടിയ പ്രൊഫഷണൽ കോഴ്സസ് തിരഞ്ഞെടുക്കാൻ DRS നോളജ് സിറ്റി നിങ്ങളെ സഹായിക്കും. എങ്ങനെയെന്നല്ലേ? പ്രൊഫഷണൽ കോഴ്സുകളായ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആൻഡ് ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകളുടെ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ് DRSൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല 1 ഇയർ കോഴ്സുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബിസിനസ് കോഴ്സസ് ആയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളും നിങ്ങൾക്ക് DRSൽ ചെയ്യാവുന്നതാണ്. So be a part of DRS Knowledge City. Catch your dreams. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മുത്തശ്ശി, ഇതില് നിറയെ പൈസയുണ്ട്. മുത്തശ്ശിന്റെ കാലിന്റെ ഓപ്പറേഷൻ ഉള്ളതാ. മുത്തശ്ശിനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു. പൈസ മാത്രം പോരല്ലോ, നല്ലൊരു ഹോസ്പിറ്റലും കൂടെ വേണ്ടേ? ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞു ഇതാ നല്ല ഹോസ്പിറ്റൽ എന്ന്. ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ. അപ്പൊ പോവാല്ലേ മുത്തശ്ശി? ഇനി വാർദ്ധക്യവും ആഘോഷമാക്കാം, കളിചിരികളെ ഞങ്ങളുമായി ചേർത്ത് പിടിച്ചുകൊണ്ട്. കൂടെയുണ്ട് ഹീൽഫോർട്ട്. സെലിബ്രേറ്റ് യുവർ ലൈഫ് അഗെയിൻ വിത്ത് us. ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ, സ്പോർട്സ് ഇഞ്ചുറി ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സെന്റർ, NH തൃശൂർ റോഡ്, കുറ്റിപ്പുറം. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ.
ഉസ്താദേ, പിന്നെ എപ്പോഴും കൂടെ ഒരുപാട് പേരെ കാണാറുണ്ട്. താനൂരിലെ ഒരുപാട് സുഹൃത്തുക്കൾ, ഉസ്താദിൻ്റെ സുഹൃത്തുക്കളായിരിക്കും. അവരൊക്കെ സംഗീതം നേരത്തെ അറിഞ്ഞവരാണോ പഠിച്ചവരാണോ, അല്ല ഉസ്താദിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് പാട്ടുകളെ പരിചയപ്പെട്ടവരാണോ, എങ്ങനെയാണ്? അവർ എല്ലാവരും പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരും അതിനാസ്വദിക്കുന്നവരൊക്കെയാണ്. അതിൽ പിന്നെ പ്രത്യേകിച്ചും അത് KM അവർ നേരത്തെ തന്നെ സംഗീതവുമായിട്ട് ബന്ധമുള്ളവരാണ്. പ്രോഗ്രാമിന് പോകുന്നവരും ഉപകരണങ്ങളൊക്കെ വായിക്കാറുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ഈ ചെറുപ്പം മുതലേ ഈ സംഗീത മേഖലയിലേക്ക് എന്നെ ഞാൻ കാലെടുത്ത് വെക്കുന്നതിൽ ഒരു പങ്ക് വലിയൊരു പങ്ക് KM-നുണ്ട്. കാരണം എപ്പോഴും പ്രോഗ്രാമിന് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകലും അതിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ചെറിയ ആളാണ്, KM-നേക്കാൾ ഒത്തിരി ചെറിയ ആളായതുകൊണ്ട് തന്നെ അങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് എല്ലാ പ്രോഗ്രാമിനും എന്നെ കൊണ്ടുപോകും. നല്ല ഒരു ചെറുപ്പത്തിൽ ഈ പാട്ട് പാടുന്നതുകൊണ്ടുള്ള ബന്ധമാണ്. പക്ഷേ ഞങ്ങൾ സുഹൃത്തുക്കൾ പോലെയാണ്. അപ്പം നല്ലൊരു പങ്ക് KM-നുണ്ട്. അതുപോലെ ജാഫർജി അദ്ദേഹം ചില വരികൾ എഴുതാനും വേണ്ടി പ്രചോദനം തരുന്നു. അങ്ങനെ എഴുതണം, ഇങ്ങനെ എഴുതണം. അതുപോലെ അതിന് കൂട്ടത്തിൽ തന്നെ നമ്മുടെ കോറസിൽ തന്നെ നമ്മുടെ അനിയനുണ്ട്, ഭയങ്കര മോചനാണത്. കാരണം നമ്മൾ കവാലി പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏത് പിച്ചിൽ പോകുന്നുണ്ട്, ഏത് വരുന്നുണ്ട്, അതൊക്കെ അത് ശരിക്കും വീക്ഷിക്കും. അതിൻ്റെ ആ ഒരു മറ്റുള്ളവർ ശ്രദ്ധിക്കാത്തത് നാസർ ശ്രദ്ധിക്കും. കാരണം വായിക്കാനും കുറച്ചതൊക്കെ അറിയുന്നതുകൊണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ ജെയിനോ മറ്റൊരു അനുജനും കൂടെ കോറസ് ഉണ്ടല്ലേ, അവർക്ക് അതിലൊരു കോറസിന്റെ കൂട്ടത്തിൽ നല്ലൊരു അവരിപ്പോൾ എല്ലാവരും KH നടത്തുന്ന പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടല്ലേ? എല്ലാവരും പങ്കെടുക്കാറുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആളുകളും ഇവരെല്ലാവരും നമ്മളെന്താണ് കൂടുതലും നാസറിനൊക്കെ പെട്ടി വായിക്കാൻ അറിയാം. അതുപോലെ അനുജനും നാസറിനൊക്കെ പാടും. ഇവരും അതുപോലെ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കൂടുതൽ സ്വയം ഇരുന്നു കൊണ്ട് പ്രാക്ടീസ് കൊടുക്കലും അതേപോലെ അവരെ ശരിയാക്കി പാടി അവരെ നല്ലൊരു ഇതിൻ്റെ ഒരു ആളുകളായിട്ട് മാറുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളുകളായിട്ട് മാറി. പ്രത്യേകിച്ച് നേരത്തെ ഈ കവാലിയൊക്കെ മറ്റേ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പാടിപ്പോയിരുന്നൊരു പാട്ട്, പക്ഷെ അതിനൊരു വേറൊരു തലത്തിലേക്ക് എത്തിച്ചത് KH ആണ്. കാരണം ഒരുപാട് പേര് ഇരുന്നിട്ട് പാടുന്നൊരു രീതി ഇതിൽ കൊണ്ടുവന്നത് അങ്ങനെ ഉണ്ട് അല്ലേ? ശരിയാണ് അല്ലേ? മറ്റുള്ളവരും എത്തിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം നമ്മൾ കാണാത്തത് കൊണ്ട് ലോകത്ത് കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് അതിന് എന്നാലും ഇത്ര അധികം കോറസ് ഇരുന്ന് നമ്മളെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പാടും. അതെ, അവൻ ഒറ്റയ്ക്ക് പാടിയിട്ട് കവാലിന് പറയലുണ്ട്. പക്ഷെ കവാലിക്ക് അതിൻ്റെ സ്റ്റൈലുണ്ട്. ഒരു നുസ്രത്ത് ഫത്ത് അലി ഖാൻ്റെ സാബിരി ബ്രദേഴ്സ്, അതേപോലെ ആരിഫ് ഫെറോസ്, ഇവരൊക്കെ കവാലിയിലൊക്കെ എന്താണ് ഒരു നിര തന്നെ ഉണ്ടാകും. എത്രത്തോളം അതിന് ആളുകൾ കൂടുതലുണ്ട്, അതിന് കവാലിൻ്റെ പ്രൗഢിത്വവും അതിൻ്റെ ക്വാളിറ്റിയും കൂടും. പക്ഷെ പാടുന്നവർ നല്ല അതിന് സപ്പോർട്ടിങ് ആയിരിക്കണം, പാട്ടിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഇടയിൽ ഒരാൾ മാത്രം ആവശ്യതി അല്ലെങ്കിൽ അക്ഷരങ്ങൾ മാറി പാടുമ്പോൾ ഒരു മൈക്കിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് അത് കയറും, മൊത്തം പോകും. പക്ഷേ എങ്കിലും അത് കൂടുതലും നമ്മുടെ ടീം നല്ലൊരു പഞ്ചിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തില്ല ശരിയാണ്. എങ്കിൽ ഇനിയൊരു 4 വരിയും കൂടി ഉസ്താദിൻ്റെ പാട്ട് പാടി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക്. ഓക്കെ. നിസരി മാരിസ പനി സരിമ പാമാരി സരി സനി രീസ. മന്നാ നിന്നോട് സംസാരിപ്പാൻ ആശപരുത്തുണ്ട്, എന്നാൽ പണ്ഡിത ലോകം പറയും ഞാനൊരു ഭ്രാന്തനാണെന്ന്, ഞാനൊരു ഭ്രാന്തനാണെന്ന്. മന്നാ നിന്നോട് സംസാരിപ്പാൻ ആശപരുത്തുണ്ട്, എന്നാൽ പണ്ഡിത ലോകം പറയും ഞാനൊരു ഭ്രാന്തനാണെന്ന്.
കൺമണിയായി എന്നെ ഓർത്തുപോയി, കൺമണിയായി എൻ്റെ നീ ഓർത്തുപോയി, നിന്റെ കൗതുകം എന്നിൽ നിറച്ചു പോയി. അല്ലാഹു തആല നമ്മളെ അവൻ വളരെ പ്രണയത്തോടു കൂടി നമ്മളെ ഓർത്തത് കൊണ്ടാണ്, ആഗ്രഹിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് അവൻ കൊണ്ടുവന്നത്. നമ്മളാരും എഴുതി കൊടുത്തിട്ടില്ലല്ലോ. കൺമണിയായി എന്നെ ഓർത്തുപോയി, നിന്റെ കൗതുകം എന്നിൽ നിറച്ചു പോയി. ഓർത്തിട്ട് അവന്റെ കൗതുകമാണ് നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണിനെക്കാളും അടുത്ത് പോയി, കണ്ണിനേക്കാളും അടുത്ത് പോയി. ഏതൊരു വസ്തുവിനെ കാണുമെങ്കിലും ഒരു ദൂരം വേണം. അന്യത്വം, ദൂരം, അകൽച്ച ഉണ്ടെങ്കിലേ അതിനെ നമുക്ക് പെട്ടെന്ന് ദർശിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അല്ലാഹു തആല നമ്മുടെ കൂടെ എന്തായി, കണ്ണിനേക്കാളും അടുത്ത് പോയി. കണ്ണിനേക്കാളും അടുത്ത് പോയി, പിന്നെ കണ്ണിനു നിന്നെ കാണാതെയായി. മന്നാ നിന്നോട് സംസാരിപ്പാൻ ആശ പെരുത്തുണ്ട്, എന്നാൽ പണ്ഡിത ലോകം പറയും ഞാനൊരു ഭ്രാന്തനാണെന്ന്, ഞാനൊരു ഭ്രാന്തനാണെന്ന്. പാട്ടിൽ നമ്മൾ പ്രധാനമായിട്ട് കേട്ടത് പണ്ഡിത ലോകം പറയും ഒരു ഭ്രാന്തനാണെന്ന്. ശരിക്കും എന്താണ് ഉൾക്കൊള്ളുന്നത്? അപ്പോൾ പണ്ഡിത ലോകം എന്ന് പറയുമ്പോൾ പാണ്ഡിത്യം പല മേഖലയിലുണ്ട്. എല്ലാത്തിനെ കൊണ്ടും അറിയുമെന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ തസവുഫിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ മഅരിഫത്തിനെ കുറിച്ചും അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവരിലേക്ക് മറ്റേ യാത്ര ചെയ്യുന്നവരെ കുറിച്ചൊക്കെ പണ്ഡിതെന്ന് പറയുന്നുണ്ട്, ആലിമ്യങ്ങളെന്ന് പറയുന്നുണ്ട്, ഉലമാക്കൾ. അതേപോലെ ലാഹിരിയായിട്ട് മാത്രം സഞ്ചരിക്കുന്ന പറയുന്നവരെ കൊണ്ടും ഉലമാക്കൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആരെയും ഈ ഗണത്തിൽ രണ്ടും രണ്ടാണെങ്കിലും ഒരേ അർത്ഥത്തിലും പറയുന്നുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല, കുറ്റം പറഞ്ഞിട്ടില്ല, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അറിയലും പറയലും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഒരാൾ, എന്നെ അറിയാത്ത ഒരാൾ KH അനീഫ, KH താനൂരിലുണ്ട് എന്ന് 1000 പ്രാവശ്യം എന്നെ പറഞ്ഞാലും അത് അറിയാൻ കഴിയില്ല. പക്ഷെ ഞാൻ താങ്കളെക്കുറിച്ച്, അഫ്സൽജിയെക്കുറിച്ച് അറിയുമെങ്കിൽ ഞാൻ 1000 പ്രാവശ്യം പറയണമെന്നില്ല. അഫ്സൽ എന്ന് പറയലോട് കൂടി താങ്കൾ എൻ്റെ മനസ്സിൽ ഇത് അറിയലും പറയലും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു പോസ്റ്റ്മാൻ്റെ കയ്യിൽ നമ്മൾ ഒരു കത്ത് കൊടുത്തിട്ട് പറയാണ്, KH താനൂരിനെ അറിയോ എന്ന് ചോദിക്കുകയാണ്. അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. പോസ്റ്റ്മാൻ്റെ കയ്യിലല്ല, നമ്മുടെ കയ്യിൽ. പോസ്റ്റ്മാൻ തന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇയാൾ അറിയോ? നമ്മളാ കത്ത് വാങ്ങിച്ചുകൊണ്ട് വായിക്കുന്നുണ്ട്, മനപ്പാടവുമാക്കുന്നുണ്ട്. KH താനൂർ അറിയില്ലട്ടാ. ഇവിടെ ലക്ഷ്യം ഈ വ്യക്തിയെ അറിയലാണ്, ഈ വ്യക്തിയെ പറയലല്ല. പക്ഷേ ഈ വ്യക്തിയെ വായിച്ചിട്ടുണ്ട്, ഇവിടെ മനപ്പാടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ്മാൻ്റെ ലക്ഷ്യം ഇത് വായിക്കലും പറയലല്ല, അറിയലാണ്. പക്ഷെ ഇത് വായിച്ചത് കൊണ്ട് അറിയലല്ല എന്ന് ആർക്കും അറിയാം, മറുപടി പറയുന്ന ആൾക്കും അറിയാം. അയാളെന്ന് വായിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് അറിയില്ല. ഇതുപോലെ ആയിരിക്കണം പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ്. എനിക്കിത് വായിക്കാൻ അറിയാം, പക്ഷേ എനിക്ക് ആരറിയില്ല, റബ്ബിനെ അറിയില്ല. അപ്പം പണ്ഡിത ലോകം പറയും ഞാനൊരു ഭ്രാന്തനാണെന്ന് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ചിലർ പറയുമെന്തെന്ന്, ഓനെ അള്ളാൻ്റെ ഭ്രാന്തനാ. അതാണ് അറിവുള്ളവർ പറയും. എന്തെന്ന് പറയും? ഓനെ അള്ളാൻ്റെ ഭ്രാന്തനാ. അതേ വാക്ക് തന്നെ പറയും, പണ്ഡിത ലോകം പറയും ഞാൻ ഭ്രാന്തനാണെന്ന്. ഓനിക്ക് അള്ളാനെ കിട്ടുക, അതെന്ത് ഭ്രാന്തത്തിനാ പറയുന്നത്? അപ്പം രണ്ടാളും രണ്ട് ഗണത്തിൽ പറയുന്നുണ്ട്. നല്ലത് പറഞ്ഞവർക്ക് നല്ല അർത്ഥം കിട്ടി, മനസ്സിലാക്കണം. അങ്ങനെ ആ ഒരു അർത്ഥത്തിലേക്ക് വെക്കാം. അതിനെ കാണാം. ഓക്കെ. പിന്നെ കുടുംബം, പിന്നെ ഭാര്യ, മക്കൾ, ഈ സംഗീതത്തിൻ്റെ വഴിയിൽ ആരെങ്കിലും മക്കളാരെങ്കിലും ഉണ്ടോ? കുടുംബം 4 കുട്ടികളാണ് എനിക്കുള്ളത്. മൂത്ത 2 ആൺകുട്ടികൾ, ഹയാസ്, ജമാൽ ഷാ. മൂന്നാമത്തത് മകൾ നൂറ മോളാണ്. 4ാമത്തത് ഹുസ്നി ഷാ, മകനാണ്.
3 ആമക്കളും ഒരു പെൺകുട്ടിയാണ്. 3ാമത്തെ പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചു വിട്ടു അവിടെ കൊയിലാണ്ടിയിൽ ഫാസിൽ എന്ന് പറയുന്ന നല്ല കുട്ടിയാണ്. നല്ല കുടുംബത്തിൽ കൊടുത്തു. അൽഹംദുലില്ലാ പ്രാർത്ഥന ജീവിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ എല്ലാവരും നല്ലവരാണ്. അൽഹംദുലില്ലാ. അത് മൂത്ത മോനും 2ാമത്തെ മോനും അവരൊക്കെ സംഗീതത്തിന് ഭയങ്കര ഒരു പാടാറുണ്ടോ? ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അവർക്ക് പാട്ടിൽ. പിന്നെ ചെറുപ്പത്തിലൊക്കെ ഒരു പാടിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ കൂടെ എവിടെയെങ്കിലും സംഗീത പരിപാടികളിലൊക്കെ കൊണ്ടുപോകാറില്ല. പക്ഷേ എങ്കിലും അയാസ് മൂത്തുമോൻ വായിക്കും, ഒറ്റയ്ക്ക് വായിക്കും. അതേപോലെ ജമാൽ ഷാ ഇതിനോട് ഭയങ്കര ഒരു എൻ്റെ ഫാനെന്ന് തന്നെ പറയണം. പലരും പല ഫന്നിലാണ്. അതേപോലെ വൈഫ് ഭയങ്കര ഇൻട്രസ്റ്റ് കൂട്ടിത്തരും പാടാനും വേണ്ടി സപ്പോർട്ടിങ് വേണ്ടത്. അതേപോലെ നൂറമോള് നമ്മുടെ എന്തെങ്കിലും പാട്ട് വരികൾ എഴുതി കഴിഞ്ഞാൽ എഴുതി തരലും, അതേപോലെ അത് മറ്റേ വാട്സപ്പിൽ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യലും, അതേപോലെ ഫിനിഷിങ് നമ്മുടെ കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ടിങ്ങും സംഗീതത്തോടും നല്ല താല്പര്യമുള്ള എല്ലാവരും. അതുപോലത്തെ അനിയന്മാരും എല്ലാവരും പെങ്ങന്മാരും കുടുംബം ഈ ഒരു വഴിയിലാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ ഉപ്പാക്ക് ഭയങ്കര ഉപ്പ മരിച്ചുപോയി കഴിഞ്ഞ വർഷം. എപ്പോഴും ഞാൻ പാട്ട് പാടുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും. കാരണം എവിടെ പ്രോഗ്രാമിന് പോകുമ്പോഴും വണ്ടിയിൽ കയറിയിരിക്കും. എല്ലാവരെക്കാട്ടും മുമ്പ് ഉപ്പ കയറിയിരിക്കും. എത്ര ദൂരം ഉണ്ടെങ്കിലും ശരി. അതൊരു സന്തോഷമാണ്, ഒരു എനർജിയാണ്. പണം കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. മുമ്പിൽ തന്നെ ഇരിക്കും, പാട്ട് പാടി തന്നെ എല്ലാം. അൽഹംദുലില്ലാ അല്ലാഹു തആല. അതുപോലത്തെ ഉമ്മ അതായത് ഉമ്മ പണ്ട് ചെറുപ്പത്തിലൊക്കെ പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോൾ അത് സ്നേഹമാണ്. മുഹമ്മദ് റഫി ആരോ പറഞ്ഞിട്ട് റഫി സാഹിബ് പാട്ട് പാടിയിട്ടാണ് രക്തം ഛർദ്ദിച്ചത്. അതൊരു ഇൻഫർമേഷൻ കൊടുത്താണ്. അപ്പോൾ പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ വിലക്കും. ഒരിക്കൽ ഒരു പരപ്പനങ്ങാടിയില്ലേ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ചെറിയ ആളാണ് ഞാനൊരു നല്ലൊരു സ്റ്റോറിയാണത്. ഒരു 12 വയസ്സുണ്ടാവും. പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വല്യപ്പ വന്നുകൊണ്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു സ്റ്റേജിൽ വന്ന്. അതൊക്കെ കരഞ്ഞുകൊണ്ട് പാടിക്കൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതവരെ സ്നേഹമാണ്. അതുപോലെ ഉമ്മ അതിന് ശേഷം എന്താണ് അന്നും സ്നേഹം നമ്മൾ കാണിച്ചത്. അതിനുശേഷം പ്രോഗ്രാമിന് പോകുമ്പോഴും പ്രാർത്ഥിക്കലും കാര്യങ്ങളും എല്ലാവരും അത് സപ്പോർട്ടുണ്ട്. അൽഹംദുലില്ലാ. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഖബറിനെ അല്ലാഹു മേവറാക്കി കൊടുക്കട്ടെ. ഇനി ഉസ്താദിൻ്റെ ഒരു 4 വരിയും കൂടി കേട്ടിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ കിട്ടും. ജീവിതരേഖ വരച്ചതാരാ, ജീവൻ തരുന്നതും ആരാ. ജീവിതരേഖ വരച്ചു തരുന്ന പറയുമ്പോൾ നമ്മുടെ കൈരേഖ അല്ല. നീ എങ്ങനെ ജീവിക്കണം, നെക്സ്റ്റ് എന്താവണം, നീ എവിടെ പോകണം, എത്ര കാലം വരെ ജീവിക്കണം, നീ ആരായിട്ട് മാറണം. നമുക്ക് അല്ലാഹു തആലയുടെ ആ വരച്ച വരക്കനുസരിച്ചാണ് ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അവനാണ് ജീവിപ്പിക്കുന്നത് ആ വരക്കനുസരിച്ച്. ജീവിതരേഖ വരച്ചതാരാ, ജീവൻ തരുന്നതും ആരാ. പിന്നെ ആരാരും കാണാത്ത ഇരുട്ടറക്കുള്ളിൽ വെച്ച്, ഉമ്മാന്റെ ഗർഭപാത്രം ഇരുട്ടറയാണ്. ആരാരും കാണാത്ത ഇരുട്ടറക്കുള്ളിൽ വെച്ച് ചിത്രം വരച്ചവൻ ആരാ. ഒന്നേ ചിത്രം വരച്ചവൻ ആരാ. വളരെ മനോഹരമായൊരു പാട്ടാണല്ലേ. പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏത് കോഴ്സ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണോ? എന്നാൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതകളോടുകൂടിയ പ്രൊഫഷണൽ കോഴ്സസ് തിരഞ്ഞെടുക്കാൻ DRS നോളജ് സിറ്റി നിങ്ങളെ സഹായിക്കും. എങ്ങനെയെന്നല്ലേ? പ്രൊഫഷണൽ കോഴ്സുകളായ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആൻഡ് ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകളുടെ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ് DRSൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല 1 year കോഴ്സുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബിസിനസ് കോഴ്സസ് ആയ ഹോസ്പിറ്റൽ
അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളും നിങ്ങൾക്ക് DRS ൽ ചെയ്യാവുന്നതാണ്. So, be a part of DRS Knowledge City. Catch your dreams. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മുത്തശ്ശി, ഇതില് നിറയെ പൈസയുണ്ട്. മുത്തശ്ശിന്റെ കാലിന്റെ ഓപ്പറേഷൻ ഉള്ളതാ. മുത്തശ്ശീനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു. പൈസ മാത്രം പോരല്ലോ, നല്ലൊരു ഹോസ്പിറ്റലും കൂടെ വേണ്ടേ? ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞു ഇതാ നല്ല ഹോസ്പിറ്റൽ എന്ന്. ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ. അപ്പൊ പോവാല്ലേ മുത്തശ്ശി? ഇനി വാർദ്ധക്യവും ആഘോഷമാക്കാം, കളിചിരികളെ ഞങ്ങളുമായി ചേർത്ത് പിടിച്ചുകൊണ്ട്. കൂടെയുണ്ട് ഹീൽഫോർട്ട്. സെലിബ്രേറ്റ് യുവർ ലൈഫ് അഗെയിൻ വിത്ത് us. ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ, സ്പോർട്സ് ഇഞ്ചുറി ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സെന്റർ, NH തൃശൂർ റോഡ്, കുറ്റിപ്പുറം. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. വാ വാ പുട്ടേ വാ, പുട്ടിൻ്റെ പൊടിയേ വാ. വർണ്ണക്കലിമക്കുള്ളിൽ ആലങ്ങളെല്ലാം ഉണ്ട്. ആ ദിവ്യരാഗം രണ്ടും നിന്നോട് കൂടെയുണ്ട്. ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം. ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം. അല്ലാഹനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്നെ. ഇല്ലായ്മ
ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി അല്ലാഹനെ ഓർക്കുവാനായി ധരിക്കില്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ അവനുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അല്ലാഹനെ ഓർക്കുവാനായി മറക്കല്ലേ അല്ലാഹനെ ഓർക്കുവാനായി മറക്കല്ലേ വർണ്ണക്കലിമക്കുള്ളിൽ ആലങ്ങളെല്ലാം ഉണ്ട് വർണ്ണക്കലിമക്കുള്ളിൽ ആലങ്ങളെല്ലാം ഉണ്ട് ആ ദിവ്യരാഗം രണ്ടും നിന്നോട് കൂടെയുണ്ട് വർണ്ണക്കലിമക്കുള്ളിൽ ആലങ്ങളെല്ലാം ഉണ്ട് ആ ദിവ്യരാഗം രണ്ടും നിന്നോട് കൂടെയുണ്ട് ആ ദിവ്യരാഗം രണ്ടും നിന്നോട് കൂടെയുണ്ട് ചന്തം നിറഞ്ഞ ഉജൂദ് ചന്തം നിറഞ്ഞ ഉജൂദ് അന്തമില്ലാത്ത നെഞ്ചിൽ ചിന്തിക്കുമോ പതിവായി താങ്ങിത്തലോടിക്കൊണ്ട് ആഴത്തിടാതെ കണ്ട് താങ്ങിത്തലോടിക്കൊണ്ട് ആഴത്തിടാതെ കണ്ട് പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ ആണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തള്ളി തള്ളി
വരുവേഗം ഉത്തമ നീ തരുബോധം ഉത്തമ നീ തരുബോധം കേയച്ചിലും വരുവേഗം അറ്റമില്ല പല ലോകം ഉറ്റുനോക്കാത്തൊരു പാപം ഉത്തമ നീ തരുബോധം കേയച്ചിലും വരുവേഗം ഉത്തമ നീ തരുബോധം കേയച്ചിലും വരുവേഗം സ്വർഗലോകത്തിനു വേണ്ടി ഓടുന്നു ചോറിലായി സ്വർഗലോകത്തിനു വേണ്ടി ഓടുന്നു ചോറിലായി വാഴുന്നതോ എതിരായി താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട് నిద పమ ద పమ గ పమ గరి మగరి స గరి స గరి స గరి స గరి స താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട് താങ്ങിത്തലോടിക്കൊണ്ട് താഴത്തിടാതെ കണ്ട് പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം ആവതുണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അല്ലാഹനെ ഓർക്കുവാനായി മറക്കല്ലേ നീ അല്ലാഹനെ ഓർക്കുവാനായി മറക്കല്ലേ അല്ലാഹനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്നെ ഇല്ലായ്മയെല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി ഇല്ലായ്മ എല്ലാം നീങ്ങി ഇല്ലം ഉഷാറിൽ പൊങ്ങി അല്ലാഹനെ ഓർക്കുവാനായി ധരിക്കല്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ നിന്നെ പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ. ഉസ്താദ് പിന്നെ എഴുതിയ പാട്ടുകളൊക്കെ ഉസ്താദ് തന്നെയാണ് സംഗീതം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ചിട്ടയായ ഒരു സംഗീതമാണ്. നമുക്ക് കേൾക്കുന്നവർക്കും വളരെ അധികം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സംഗീതമാണ്. ഇതൊക്കെ ചിട്ടപ്പെടുത്തിയത് രാഗം ബേസ് ചെയ്തിട്ട് തന്നെയാണല്ലോ. അത് ഏതൊക്കെയാണ് ഉസ്താദ് ഉപയോഗിച്ചിട്ടുള്ളത്? പല രാഗവും പല പാട്ടിനും പല രാഗവുമാണ്. നമ്മൾ അങ്ങനെ ഇന്നാലിന്ന രാഗമാണ് എല്ലാ പാട്ടിനും പറയാൻ പറ്റില്ല. പല രാഗങ്ങളും പല രാഗത്തിലാണ് പല പാട്ട് എഴുതിയിട്ടുള്ളത്. ഒരുപാട് പാട്ട് എഴുതിയപ്പോൾ ഒരു രാഗത്തിലായിരിക്കും ഒരുപാട്. ഇപ്പോൾ ഭൈരവി രാഗം, ഭൈരവി രാഗം ഇപ്പോൾ നമ്മൾ കുറച്ചെല്ലാം പാട്ട് വന്നിട്ടുള്ളത്. ആവതുണ്ടാവും കാലം, നിന്നെ കാണാത്ത കണ്ണ്, അത് മീയ, ഇതൊക്കെ ഒരൊറ്റ ആ ഒരു പോക്കാണ്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രാഗത്തിനും ഓരോ രാഗങ്ങൾക്കും ഓരോരോ ടേസ്റ്റാണ്, മനസ്സിലായില്ല. അതുകൊണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളെന്താവും ട്യൂണും ചില രാഗങ്ങളിലേക്ക് അങ്ങോട്ട് മാറ്റി കമ്പോസിങ് ചെയ്യും. ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പങ്കുവച്ചു. ഉസ്താദിൻ്റെ സംഗീത വഴികളും രചന നിർവഹിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. ഇനി ഉസ്താദ് എഴുതാത്ത പലപ്പോഴും പല വേദികളിലും പാടിയിട്ടുണ്ടായിരിക്കും. ആ ഒരു പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, ഭ്രാന്തായാൽ എന്ത് സുഖം എന്നുള്ള പാടുക മാത്രമല്ല, എന്താണ് അതിൻ്റെ ഒരു അർത്ഥം അതും കൂടി ഒന്ന് വിവരിച്ചാൽ വളരെ സന്തോഷമായിരുന്നു. അത് ജാബിർ സുലൈംജിയുടെ വരിയാണ്. ഇത് പലരും പാടുന്നുണ്ട് ആ പാട്ട്. പലരും പല അർത്ഥത്തിലേക്കാണ് ഇതിനെ വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം പലരുടെ അവിടെ ഹൃദയ വിശാലതക്കനുസരിച്ച് ഇതിനർത്ഥം മാറ്റാവുന്നതാണ്, അർത്ഥം ഗ്രഹിക്കാവുന്നതാണ്. എങ്കിലും ഞാൻ ചെറുതായിട്ട് അതിനെ പറഞ്ഞു തരാം. ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് ചിലത് എല്ലാ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിക്കായിട്ട് പറയുന്ന അത് അദ്ദേഹം പോലും പറയില്ല. അങ്ങനെയാണല്ലോ അത്. ഇവിടെ ഈ ദുനിയാ
ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം? ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം? ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം? അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതല്ല. നമുക്കെന്ത് ബന്ധമുള്ള? ഒരു ബന്ധമില്ല. ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം? ഇരുളാകുന്ന ഈ വഴിയിൽ എന്തുണ്ട് സ്വന്തം? അടിമയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുളാണ്. ഇരുട്ടിലാണ് ആരുള്ളത്? അടിമയുള്ളത്. പ്രകാശത്തിലാണ് ആരുള്ളത്? അള്ളാഹു ഉള്ളത്. അള്ളാഹുവിൻ്റെ പ്രകാശം കൊണ്ടാണ് നമ്മളിവിടെ ഈ ഇരുട്ടാകുന്നത് പ്രകാശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത്. അടിമയുടെ ഗുണങ്ങൾ നോക്കാനുണ്ടെങ്കിൽ അത് മൊത്തം ഇല്ലാത്തതും ഇരുളുമുള്ളതാണ്, നശിക്കുന്നതാണ്. ഉദാഹരണത്തിന് പറയാം, അള്ളാഹുവാണ് കാണുന്നത്. കാഴ്ചയുള്ളത് ആർക്കാണ്? അള്ളാഹുവിന്. ബസർ സമ ആർക്കാണ്? അള്ളാഹുവിന്. കലാമാരിന് ആർക്കാണ്? അള്ളാഹുവിന്. ഹയാത്ത് ആർക്കാണ്? അള്ളാഹുവിന്. അപ്പം ഹയാത്തും ഇൽമും ഇറാദത്തും കുദറത്തും സമവും ബസറും കലാമും, കേൾക്കുക, കാണുക, സംസാരിക്കുക, ശക്തി, ഉദ്ദേശം, ജീവൻ, ഇതൊക്കെ ആരുതാണ്? അള്ളാഹുവിൻ്റെത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആരുടേത്? അടിമയുടേത്. കാണാത്തവൻ, കേൾക്കാത്തവൻ, ജീവനില്ലാത്തവൻ, സംസാരിക്കാത്തവൻ. നമ്മുടെ ഗുണം മയ്യത്ത്, ജാഹിലി, ഇങ്ങനെ പോകുന്ന അഹ്മ, അസമ്മ്, അബുക്കം, ഇങ്ങനെ പോകുന്ന ഗുണങ്ങൾ നമ്മുടേത്. അപ്പം ഇതിൽ ജീവനും കാഴ്ചയും കേൾവിയും വന്നത് ആരെക്കൊണ്ട്? അള്ളാഹുവിനെ കൊണ്ട്. ആ പ്രകാശമാണ് ഇവിടെ പരന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിമയെ സംബന്ധിച്ചിടത്തോളം ഇരുളാണ്. അതാണ് പറഞ്ഞു വരുന്നത്. ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം? ഇളം തന്നലായത്തും ലൈലാന്റെ സുഗന്ധം. അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആര് തന്നലാണ്? ആര് ഇളങ്കാറ്റാണ്? ലൈലയുടേതാണ്. ലൈലാരാണ്? പ്രപഞ്ച സൃഷ്ടാവാണ്. ലൈലാന്നോ അള്ളാന്നോ നാഥനെന്നോ ജഗദീശ്വരനെന്നോ ജഗന്നാഥനെന്നോ കരുണാനിധിയെന്നോ കരുണാകരനെന്നോ മലയാളത്തിലും അറബിലും നമ്മൾ വിളിക്കുന്ന വിളിയാണ്. അതേപോലെ പ്രണയത്തിൽ വിളിക്കുന്നൊരു മറ്റൊരു പേരാണ് ലൈലാന്ന്. പല കവികളും എന്തായിട്ടുണ്ട്, ഉറുദു കവിതയിൽ, നോർത്ത് ഇന്ത്യൻ കവിതയിൽ, ഒത്തിരി കവിതയിൽ സൂഫിയാക്കൾ ഇതിനെന്തായിട്ടുണ്ട്, ലൈലയായിട്ടും അള്ളാഹുവിനെ നമ്മുടെ മജ്നൂനായിട്ടും എന്തായിട്ടുണ്ട് താരമ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ലൈലയുടെ സുഗന്ധമാണ്. ഇവിടെ വന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇളം തന്നലായത്തും ലൈലാന്റെ സുഗന്ധം. ഇവിടെ ഇടവഴിയേ വരണം, ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം. ഏത് ഇടവഴി? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇടവഴിയാണ്. അള്ളാഹുവിന് പൂർണ്ണമായിട്ടും അവനിക്ക് പ്രത്യക്ഷപ്പെടാൻ, അടിമയിലൂടെ വേണ്ടതുപോലെ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആരെ സൃഷ്ടിച്ചിട്ടുള്ളത്? അടിമയെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങളും പൂർണ്ണമായും പ്രത്യക്ഷപ്പെടുത്താൻ പറ്റിയ ഒരു കോലത്തിലല്ല നമ്മുടെ ഈ ബോഡി, നമ്മുടെ ഈ ശരീരമുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? കാരണം അല്പം കുറച്ച് ലൈറ്റ് കൂടുതലായാൽ പറയും കുറച്ച് കുറക്ക്, കുറച്ച് കുറഞ്ഞാൽ പറയും കുറച്ച് കൂട്ട്, കുറച്ച് കേൾവി കുറഞ്ഞാൽ പറയും കുറച്ച് കൂട്ട്, കൂടുതലായാൽ പറയും കുറച്ച് കുറക്ക്. കാരണം ഈ ശരീരത്തിന് എന്തുണ്ട്? പരിധി ഉണ്ട്. ശരീരത്തിന് പരിധി. പക്ഷെ അള്ളാഹിൻ്റെ ഗുണത്തിന് എന്തല്ല? പരിധിയില്ല. പക്ഷെ പരിധിയില്ലാത്ത ആ ഗുണം പരിധിയുള്ള ഇടവഴിയിലാണ് വന്നിട്ടുള്ളത്.
മനസ്സിലായില്ലേ? അപ്പം ഈ ഇടവഴിയിൽ വരണമെന്ന് ആർക്ക് നിർബന്ധമാണ്? ലൈലാക്ക് നിർബന്ധമാണ്. ഈ ആലമ ഷഹാദ ദൃശ്യലോകം ഒരു പരിധിയുണ്ട്. ഈ ഇടവഴിയെ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് രസം, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് രസം. അത് ഭ്രാന്തായാൽ വെച്ചാൽ നിസ്കരിക്കാതെ ഒന്നുമില്ലാതെ മുഷിഞ്ഞ് വളരെ അവശനായി നടക്കാന്നുള്ളതല്ല. ഓരോരുത്തർക്കും ഓരോന്നിനോട് ഒരു ത്രില്ലുണ്ട്, ഓരോരു സ്പിറ്റുണ്ട്, ഒരു ഭ്രാന്തുണ്ട്. ചിലർ പറയും ഓനിക്കെപ്പോഴും ഫുട്ബോളിൻ്റെ ഭ്രാന്ത, ഇവനിക്കെപ്പോഴും മെസ്സിൻ്റെ ഭ്രാന്ത, അവനിക്കെപ്പോഴും സിനിമാ നടൻ്റെ ഭ്രാന്ത, ഏതെങ്കിലും ഒരു പേര് നമ്മൾ പറയാറുണ്ടല്ലോ. ആ ഒരു ഭ്രാന്ത് റബ്ബിനോട് ഒരു അടിമക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവനിക്ക് സന്തോഷമായി. അവൻ്റെ സകല ജീവിതങ്ങൾക്കും അവനൊരു സ്നേഹിതനായിട്ടും അവൻ ചോദിച്ചു വാങ്ങലും കൊടുക്കലും അവൻ എപ്പോഴും അവൻ്റെ കൂട്ടുകാരനായ കൊണ്ട് ആരെയാണ് കാണൽ? അള്ളാഹുവിനെയാണ്. അതൊരു സന്തോഷത്തിൻ്റെ ഭ്രാന്താണ്, ഒരു പ്രണയത്തിൻ്റെ ആ ഭ്രാന്താണ്. അവനിക്ക് സക്രാത്തുൽ മൗത്ത് ഭയങ്കര രസമാണ്. മറ്റേ ഭ്രാന്ത് സക്രാത്തുൽ മൗത്ത് രസം ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഉദ്ദേശിച്ച ഭ്രാന്താണെങ്കിൽ ഇവിടെ സക്രാത്തുൽ മൗത്ത് എന്ത് രസം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരു ആളെ ഒന്നും മനസ്സിലാകാത്തൊരു ഭ്രാന്താണെങ്കിൽ ഇവിടെ സക്രാത്തുൽ മൗത്ത് എന്ത് രസം വരില്ല, അവിടെ രസം ഉണ്ടാവില്ല. അപ്പം ഇതൊരു പ്രണയത്തിൻ്റെ ഭ്രാന്താണ്. അള്ളാഹുവിനെ എല്ലാത്തിലുപരിയായിട്ട് കണ്ട് തൻ്റെ സ്നേഹിതൻ, തൻ്റെ മൗല, തൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം അവൻ മതി എന്നുള്ള റാഹത്തുള്ള ഒരു പ്രണയത്തിൻ്റെ ഭ്രാന്തി വരാനുണ്ട്. അതെനിക്ക് രസമാണ്. അപ്പോൾ അവനിക്കെന്തല്ല, ദിക്റിൽ നിന്ന് ഒരിക്കലും അവന് ഒഴിവില്ല. ദിക്റിൽ നിന്ന് ഒരിക്കലും ഒഴിവില്ല, ദിക്റിന് ഇടമില്ല. അവൻ ഇന്നാലിനെ എടുത്തു വെച്ചാണ് ദിക്റ് ചെയ്യുക, അല്ലെങ്കിൽ അവനെ ഓർക്കുക എന്നുള്ളതല്ല, ഒരു പരിധി സ്ഥലമില്ല. എവിടെ വെച്ചും അവനിക്ക് കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും അവൻ്റെ കാര്യങ്ങൾക്കെല്ലാം ആര് മതി? റബ്ബിനെ മതി. അവനുമായിട്ടുള്ള കളിയാണ്. ആ മധുക്കൂറിന് ഒഴിയില്ല. അവന് മധുക്കൂറെന്ന് വെച്ചാൽ അതായത് ഒരു പ്രണയത്തിൻ്റെ അവനിൽ നിന്നില്ല, അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥ ആർക്കുണ്ടാവില്ല, ഇവനിക്ക് ഒഴിഞ്ഞില്ല. നിക്കാരം നോമ്പ് അഞ്ച് സകാത്തിനും അടവില്ല. ആ ഒരു പ്രവർത്തനത്തിന് ഒരു അടവ് ഇല്ല, ഒരു അടയാന്നുള്ള ഒരവസ്ഥ ഉണ്ടാവില്ല. ദിക്റിനിടമില്ല, മധുക്കൂറിനൊഴിയില്ല, ദിക്റിനിടമില്ല, മധുക്കൂറിനൊഴിയില്ല, നിക്കാരം നോമ്പച്ച് സക്കാത്തിനൊഴിയില്ല, അടവില്ല. നിക്കാരം നോമ്പച്ച് സക്കാത്തിനടവില്ല, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് രസം. ഒരുപാട് സമയം ഉസ്താദ് ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഏറ്റവും പുതുതായിട്ട് ഉസ്താദ് വല്ല രചനയും നിർവഹിച്ചിട്ടുണ്ടോ? സംഗീതം, പാട്ട് ഏതെങ്കിലും ഉണ്ടോ പുതുതായിട്ട്? പുതിയ പാട്ട് കുറച്ചുണ്ട്. അതിൽ നിന്ന് ഒരു പാട്ട് ഞാൻ പാടിത്തരാം. വരികൾ എഴുതി കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആലം നിറഞ്ഞുള്ള നാദ, എന്നിൽ തെളിഞ്ഞുള്ള നാദ, നിന്നെ ദൂരെ ആക്കുന്നതാര. ആലം നിറൈന്തുള്ള നാദ, എന്നിൽ തെളിന്തുള്ള നാദ, നിന്നെ ദൂരെ ആക്കുന്നതാര. നീല്ല ഞാനും ഇല്ല, നീയില്ലുലകവും ഇല്ല,
നീയില്ലാതാരും ഇല്ല, നിന്നെ കൂടാതാരും ഇല്ല, നീയില്ലാതാരും ഇല്ല, നിന്നെ കൂടാതാരും ഇല്ല, നിന്നെ ദൂരെ ആക്കുന്നതാരാ, നിന്നെ ദൂരെ ആക്കുന്നതാരാ. ഉസ്താദെ, വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ ഉസ്താദ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. ഉസ്താദിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഉസ്താദ് സംഗീതം കൊടുത്ത പാട്ടുകൾ, രചിച്ച പാട്ടുകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട് ഈ ദിനത്തിൽ ഇത്രയും സമയം നമ്മോടൊപ്പം ചിലവഴിച്ചാൽ. അഫ്സൽജി, നമ്മുടെ ഈ ചാനലിൽ താങ്കൾ വന്ന് പറഞ്ഞ് ഇങ്ങനൊന്ന് സംസാരിക്കണം, ഇങ്ങനെ വരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും വളരെ സന്തോഷമായി. കാരണം ഇങ്ങനെ പുറത്ത് ഒന്നും വന്നിങ്ങനെ പറഞ്ഞിട്ടില്ല ആരോടും. ഇങ്ങനെ കൂടും മറ്റുള്ള പബ്ലിക്കായിട്ട് ഉണ്ടെങ്കിലും ഒരു ചാനലിൽ വന്ന് സംസാരിച്ചിട്ടില്ല. എങ്കിലും കേൾക്കുന്നവരോട് പറയാനുള്ളത്, ഇത് ഇത്രയും നേരം സംസാരിച്ച ആ ഒരു 45 മിനിറ്റ് എത്ര സമയമാണെങ്കിലും ഇതൊരു പരിമിതമാണ്. ഈ ഒരു ചെറിയൊരു പരിമിതമായ സമയം കൊണ്ട് നമുക്കെല്ലാം പറഞ്ഞു തീർക്കാനോ, നിങ്ങൾക്ക് മനസ്സിനുള്ളിലുള്ള ഒരുപാട് ആശയങ്ങൾക്കും ഒരുപാട് കാരണങ്ങൾക്കും ഒരുപാട് വിഷയങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള ആ ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു വേദിയാകാനോ കഴിയില്ല. എങ്കിലും ഏറെക്കുറെ നിങ്ങൾക്കെല്ലാം കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. ഇനി വല്ലതും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൂടാം, അതുപോലെ ഇവരുമായി ബന്ധപ്പെടാം. ചിലപ്പോൾ നമ്പർ അവരുടെ കയ്യിലുണ്ടാകും. ഓക്കെ, അത് ഉസ്താദ് നമ്മൾ കൊടുക്കാം. ഉസ്താദിൻ്റെ നമ്പർ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പരിപാടിയോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉസ്താദ് നമ്പർ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, വളരെ നന്ദി, വളരെ സന്തോഷം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏത് കോഴ്സ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണോ? എന്നാൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതകളോടുകൂടിയ പ്രൊഫഷണൽ കോഴ്സസ് തിരഞ്ഞെടുക്കാൻ DRS നോളജ് സിറ്റി നിങ്ങളെ സഹായിക്കും. എങ്ങനെയെന്നല്ലേ? പ്രൊഫഷണൽ കോഴ്സുകളായ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആൻഡ് ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകളുടെ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ് DRSൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, 1 ഇയർ കോഴ്സുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബിസിനസ് കോഴ്സസ് ആയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളും നിങ്ങൾക്ക് DRSൽ ചെയ്യാവുന്നതാണ്. So be a part of DRS Knowledge City. Catch your dreams. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മുത്തശ്ശി, ഇതില് നിറയെ പൈസയുണ്ട്. മുത്തശ്ശിന്റെ കാലിന്റെ ഓപ്പറേഷൻ ഉള്ളതാ. മുത്തശ്ശീനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു. പൈസ
ചികിത്സ മാത്രം പോരല്ലോ, നല്ലൊരു ഹോസ്പിറ്റലും കൂടെ വേണ്ടേ? ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞു ഇതാ നല്ല ഹോസ്പിറ്റൽ എന്ന്. ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ. അപ്പൊ പോവാല്ലേ മുത്തശ്ശി? ഇനി വാർദ്ധക്യവും ആഘോഷമാക്കാം, കളിചിരികളെ ഞങ്ങളുമായി ചേർത്ത് പിടിച്ചുകൊണ്ട്. കൂടെയുണ്ട് ഹീൽഫോർട്ട്. സെലിബ്രേറ്റ് യുവർ ലൈഫ് അഗെയിൻ വിത്ത് us. ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ, സ്പോർട്സ് ഇഞ്ചുറി ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സെന്റർ, NH തൃശൂർ റോഡ്, കുറ്റിപ്പുറം. പണവും പ്രതാപവും നമുക്കെന്തിനാ? പുട്ടുണ്ടല്ലോ, പുട്ടിൻ പൊടിയുണ്ടല്ലോ. പണവും പ്രതാപവും